വൈബ്രേഷൻസ് രാഘവൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പോകുന്നത് എവിടെയാണെന്നറിയോ? മയിലാടിപ്പാറയിലോട്ടാണേ. മയിലാടിപ്പാറ മാത്രമല്ല, നമ്മളുടെ വയനാട്ടിലെ ജൈനന്മാരുടെ ഹിസ്റ്ററി പറയുന്ന ഒരു നല്ലൊരു വ്ളോഗായിരിക്കും ഇത്. അപ്പോൾ നമുക്ക് അതിലേക്ക് കടക്കാം കേട്ടോ. ഒരവധി ദിനം മനോഹരമാക്കാൻ ഒരുപാട് മാർഗങ്ങളുണ്ട്. ഒരു യാത്രയാണെങ്കിൽ അതിൽ നല്ലൊരു മാർഗമാണ് ബാക്ക് ടു നേച്ചർ എന്ന് പറയാറുണ്ട് സാധാരണ. പ്രകൃതിയിലേക്കുള്ള മടക്കം. അത് കുറച്ച് സാഹിത്യ ഭാഷയിൽ പറഞ്ഞാൽ ആത്മാവിന് നമ്മൾ നൽകുന്ന ഭക്ഷണമാണ്. നിങ്ങൾ പ്രകൃതിയെ ഇഷ്ടപ്പെടുന്ന ഒരാളാണെങ്കിൽ കൽപ്പറ്റയിൽ അതിന് പറ്റിയൊരിടമുണ്ട്. മയിലാടിപ്പാറ. ഇന്നത്തെ ഞങ്ങളുടെ യാത്ര അങ്ങോട്ടേക്കാണ്. കിളിക്കൊഞ്ചലും പ്രകൃതിയുടെ കുളിർമയും ശുദ്ധമായ വായുവും ആസ്വദിച്ച് ആ കുന്നിന് മുകളിലേക്ക്, മയിലാടിപ്പാറ എന്ന സുന്ദരമായ ഒരു ഭൂമിയിലേക്ക്, സുന്ദരമായ ഒരു സ്ഥലത്തേക്ക്. പാറക്കെട്ടും കുഞ്ഞരുവിയും പച്ചപുതച്ച പ്രകൃതിയും മയിലാടിപ്പാറയെ പോലെ തന്നെ മനോഹരമാണ് അങ്ങോട്ടുള്ള വഴിയും. വീട്ടിൽ നിന്നും നോക്കിയാൽ കാണുന്ന അകലത്തിലാണെങ്കിലും ലോക്ക്ഡൗണിൽ അടച്ചുപൂട്ടി കിടന്ന കുട്ടികൾക്ക് ഈ യാത്ര ശരിക്കും ഒരു റിലീഫായിരുന്നു. കിച്ചാണിയും സംഘവും ശരിക്കും അടിച്ചു പൊളിച്ചു. പിന്നെന്താ, ഈ വടി ഓർക്കാനാണോ ഇവിടെ വരെ വന്നത്? നോക്കി കയറി നടക്ക നടക്കിച്ച. ഇത്രയും നേരം നമ്മൾ സംസാരിച്ചത് പ്രകൃതിയുടെ ഭംഗിയെക്കുറിച്ചാണ്. പ്രകൃതി ഭംഗിയോടൊപ്പം തന്നെ, അല്ലെങ്കിൽ പ്രകൃതിക്ക് കൂടുതൽ ഭംഗി നൽകുന്ന രീതിയിൽ ഈ പാറപ്പുറത്ത്, ഈ കുന്നിൻ്റെ മുകളിൽ ഒരു ക്ഷേത്രമുണ്ട്. തല ഉയർത്തി നിൽക്കുന്ന ഒരു നിർമ്മിതി. അതൊരു ജൈന ക്ഷേത്രമാണ്. ചന്ദ്രനാഥസ്വാമി എന്ന ജൈന തീർത്ഥങ്കരൻ്റെ പേരുള്ളതാണ് പ്രസ്തുത ക്ഷേത്രം. മാത്രമല്ല, ഇവിടെ നിന്ന് നോക്കുമ്പോൾ കാണുന്ന ഒരു കാഴ്ച വാവ് എന്നല്ലാതെ മറ്റൊരു പദം അതിന് ഉപയോഗിക്കാനില്ല. ജില്ലയുടെ ഏറ്റവും വലിയ പ്രത്യേകത ഇവിടുത്തെ ജൈന സമൂഹത്തിൻ്റെ സാന്നിധ്യമാണ്. 4500ഓളം ജൈനന്മാരാണ് കേരളത്തിലാകെയുള്ളത്. അതിൽ ഭൂരിഭാഗവും കൊച്ചിയിലും വയനാട്ടിലുമാണത്രേ. വയനാടിൻ്റെ ചരിത്രത്തിൽ ഇവിടേക്ക് ആദ്യം കുടിയേറിയ വിഭാഗവും ജൈനന്മാരാണ്. കാപ്പിയും കുരുമുളകും പോലെ ജില്ല പ്രസിദ്ധമാകുന്നത് ഇവിടുത്തെ ജൈനന്മാരുടെ സാന്നിധ്യം കൊണ്ടുകൂടിയാകാം. കർണാടകത്തിൽ നിന്നും ജില്ലയിലേക്ക് കുടിയേറിയ ഇവർ ദിഗംബര വിഭാഗത്തിൽപ്പെട്ടവരാണ്. വയനാട്ടിലെ ജൈനന്മാരുടെ കാര്യമെടുത്താൽ അവർ കർഷകർ ആണ് ഭൂരിഭാഗവും, അതുപോലെ ബിസിനസ്സുകാരും. വയനാട്ടിൽ കാപ്പി കൃഷിയുടെ ആരംഭം പോലും ഇവരിലൂടെയാണ് എന്ന് പറഞ്ഞാൽ അതൊരു തെറ്റാവില്ല. ഏകദേശം 13-ാം നൂറ്റാണ്ടോടുകൂടിയാണ് ഈ കുടിയേറ്റം ആരംഭിച്ചത്. ഹൊയ്സാല വിഭാഗത്തിൽ പെട്ട രാജാക്കന്മാരുടെ ഒരു പതനത്തോടുകൂടി കർണാടകത്തിൽ അധികാരത്തിൽ വന്ന രാജവംശങ്ങളെല്ലാം തന്നെ ജൈനന്മാരോട് ശത്രുതാപരമായ ഒരു സമീപനമാണ് സ്വീകരിച്ചിരുന്നത്.
ഒരു പ്രദേശം നമുക്ക് ആസ്വാദികരമാകുന്നത് ആ സ്ഥലത്തെക്കുറിച്ച് നമ്മൾ കൂടുതൽ അറിയുമ്പോഴാണ്. ഉദാഹരണത്തിന് നമ്മൾ മ്യൂസിയത്തിൽ പോയി ഒരു വാൾ കാണുമ്പോൾ നമുക്കൊരു ഫീൽ ഉണ്ടാകണമെന്നില്ല. എന്നാൽ പ്രസ്തുത വാൾ ഒരു രാജാവിൻ്റെ കയ്യിലിരുന്നതാണെന്നും അദ്ദേഹം അത് ഉപയോഗിച്ചിരുന്നതാണെന്നും അറിയുമ്പോൾ നമുക്കൊരു 3D ഇഫക്റ്റ് ഉണ്ടാകുന്നു. അറിയാതെയെങ്കിലും ആ ഒരു പഴമയിലേക്ക് നമ്മൾ ഇറങ്ങിച്ചെല്ലുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു. അതുപോലെ മയിലാടിപ്പാറയ്ക്ക് ഒരു തീർത്ഥാടന കേന്ദ്രത്തിൻ്റെ വിശുദ്ധി കൂടിയുണ്ടെന്നുള്ള തിരിച്ചറിവ് നമുക്ക് നൽകുന്ന ഒരു ഫീൽ വളരെ വലുതാണ്. ഒരു കാലത്ത് ജൈന സന്യാസിമാരാൽ സമൃദ്ധമായൊരു പ്രദേശമായിരുന്നിരിക്കണം ഇത്. ആയതുകൊണ്ട് തന്നെ ഇവിടെ എത്തുന്ന സഞ്ചാരികളോട് അത്തരത്തിലുള്ളൊരു സമീപനം ഈ സ്ഥലം ആവശ്യപ്പെടുന്നുമുണ്ട്. മയിലാടിപ്പാറയിൽ നിന്നും താഴോട്ട് നോക്കുമ്പോൾ ബൈപ്പാസിന് സമീപത്തായി ഒരു വലിയ ഗ്രൗണ്ടും അതിനടുത്തായി ഒരു സ്കൂളും കാണാം. SKMJ ഹയർ സെക്കൻഡറി സ്കൂൾ. കൽപ്പറ്റയുടെ വയനാടിൻ്റെ തന്നെ ഭാഗധേയം നിർണയിച്ചതിൽ നിർണായക പങ്കുവഹിച്ചൊരു സ്ഥാപനം. വയനാടിന് ജൈനന്മാർ നൽകിയ സംഭാവനകളിൽ ഏറ്റവും വലുത്. ഇവിടുത്തെ ജൈനക്ഷേത്രത്തിൻ്റെ സമീപത്ത് നിന്നും SKMJയിലേക്ക് നോക്കുമ്പോൾ അതിന് നമ്മൾ നേരത്തെ പറഞ്ഞ ഒരു 3D ഇഫക്റ്റ് ഉണ്ടാകുന്നുണ്ട്. വിശേഷങ്ങളൊക്കെ കണ്ടല്ലോ അല്ലേ? എല്ലാവർക്കും വ്ലോഗ് ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ അടുത്ത വിശേഷങ്ങളുമായിട്ട് അടുത്ത കാഴ്ചകളുമായി നമുക്ക് വീണ്ടും അടുത്തൊരു എപ്പിസോഡിൽ കാണാം. അതുവരേക്കും ബൈ.